ടിപ്പ് നമ്പർ 3, ഐഡൻറ്റിറ്റി ബേസ്ഡ് ഹാബിറ്റ്സ്. ഈ ഐഡൻറ്റിറ്റി ബേസ്ഡ് ഹാബിറ്റ്സ് എന്നൊക്കെ കേൾക്കുമ്പോൾ ഇതൊരു വലിയ സംഭവമായിട്ടൊന്നും വിചാരിക്കേണ്ട. കാര്യം വളരെ സിമ്പിളാണ്. കാരണം നമ്മൾ എടുക്കുന്ന പല റെസൊല്യൂഷൻസും ആക്ഷൻ ബേസ്ഡ് ആണ്. ഈ ആക്ഷൻ ബേസ്ഡിന് പകരം നമ്മൾ ഐഡൻറ്റിറ്റി ബേസ്ഡ് ആക്കണം. അപ്പോൾ ഒരു ഗുണം എന്നാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് കുറച്ചുകൂടി കൺസിസ്റ്റൻസി ലഭിക്കും. ഞാൻ നിങ്ങൾക്കൊരു എക്സാമ്പിൾ പറഞ്ഞു തരാം. അപ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടി വ്യക്തമായിട്ട് മനസ്സിലാവും. ഇപ്പം നമ്മൾ എടുക്കുന്ന ഒരു റെസൊല്യൂഷൻ ഐ വിൽ റീഡ് ഡെയിലി, ഇത് ആക്ഷൻ ബേസ്ഡ് ആണ്. ഇതിന് പകരം ഐ ആം ബിക്കമിങ് എ പേഴ്സൺ ഹൂ റീഡ്സ് എവറി ഡേ, ഇത് ഐഡൻറ്റിറ്റി ബേസ്ഡ് ആണ്. ഇവിടെ വ്യത്യാസം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഐ വിൽ റീഡ് ഡെയിലി എന്നൊരു റെസൊല്യൂഷൻ നമ്മൾ എടുക്കുമ്പോൾ നമ്മളത് 1-2 ദിവസം സ്കിപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ക്വിറ്റ് ചെയ്യാനുള്ള പോസിബിലിറ്റി അവിടെ വളരെ കൂടുതലാണ്. പക്ഷേ ഞാൻ എന്നും വായിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയായി മാറിക്കൊണ്ടിരിക്കുകയാണ് എന്ന് നമ്മളൊരു റെസൊല്യൂഷൻ എടുക്കുമ്പോൾ 1-2 ദിവസം സ്കിപ്പ് ചെയ്താലും നമ്മുടെ ഹാബിറ്റ് കൺസിസ്റ്റൻ്റ് ആയിട്ട് ഫോളോ ചെയ്തുകൊണ്ടിരിക്കും. ചുരുക്കി പറഞ്ഞാൽ നമ്മൾ നമ്മുടെ ലൈഫിൽ എടുക്കുന്ന ഏതൊരു റെസൊല്യൂഷൻ ആണെങ്കിലും അത് നമ്മുടെ ലൈഫിൻ്റെ പാർട്ടായിട്ട് മാറണം. അതല്ലാതെ നമ്മളെ ഫോഴ്സ്ഫുള്ളി ചേഞ്ച് ചെയ്യിക്കുന്ന ഒന്നായിട്ട് മാറരുത്. അപ്പോൾ നമ്മുടെ ടിപ്പ് നമ്പർ 3, ഐഡൻറ്റിറ്റി ബേസ്ഡ് ഹാബിറ്റ്സിന് ഇനിയും നിങ്ങൾക്ക് എന്തെങ്കിലും കൺഫ്യൂഷൻസ് ഉണ്ടെങ്കിൽ 1-2 എക്സാമ്പിൾസ് ഞാൻ താഴെ ക്യാപ്ഷനിൽ കൊടുക്കാം. അത് വായിക്കുമ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടി ക്ലാരിറ്റി ലഭിക്കും.